ഹലോ ഗൈസ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ കല്യാണം എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ബാക്കി കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ബാക്കി കാണാം. കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്മേലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. സംരക്ഷണം മഹാമാരി രക്ഷിക്കും. തന്റെ ഉടവലതിനെ മറച്ചോളും. പ്രത്യേകിച്ച് വേദനിപ്പിക്കും. മഹാമാരിയെ എങ്കിലും നിനക്ക് അതിനർത്ഥവും സംഭവിക്കുകയില്ല. കൊണ്ട് തന്നെ നീ കാണും. സമർപ്പിച്ചു നിനക്ക് ഭവിക്കുകയില്ല. ഒരനർത്ഥവും നിന്റെ കൂടാതെ സംഭവിക്കുകയില്ല. നിന്റെ വഴികൾ നിനക്ക് അത് പഠിക്കാനും ദൂതന്മാരോട് കേൾപ്പിക്കും. നിന്റെ പാതകരുത്തറിയാനും നിന്നെ കയ്യിൽ വഹിച്ചുകൊള്ളും. സംഘത്തിന്റെയും മനയുടെ ചപ്പി നിൽക്കും. യുവസംഘത്തെയും സർപ്പത്തെയും നീ ചപ്പി പിടിക്കും. ഞാൻ അവനെ രക്ഷിക്കും. അവന്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവനെ രക്ഷിക്കുമ്പോൾ ഞാൻ അവനെ നൽകും. അവന്റെ രക്ഷയും ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും അവരെ ചെയ്യും. ദീർഘകാലത്തേക്ക് ഞാൻ അവനെ സംതൃപ്തനാക്കും. എന്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ അവിടെ ഡ്രസ് പുറത്തേക്ക് ക്ലിക്ക് ചെയ്ത് നമ്മൾ തന്നെ നോക്കി ഇങ്ങോട്ട് നോക്കി ഒന്ന് ഇവിടേക്ക് പാറല്ലേ ഇങ്ങോട്ട് നോക്കി കാരണം ക്രിസ്തുരാജ്യത്തിന്റെ അല്ലെ, നമ്മളൊക്കെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തുവിനെ അനുകരിക്കുന്നവരാണ്. അപ്പോൾ ഈ കൂദാശികളെല്ലാം സ്ഥാപിച്ചത് ആരാണ്? ക്രിസ്തു. അപ്പോൾ ഈ കൂദാശികളായിരിക്കുക ആന്റണിക്കും ജയിജിക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും എന്റെ മിത്രാദികൾക്കും ഒക്കെ ഈ ദിവസത്തിന്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് പരിശുദ്ധമായ ഈ ബലി നമുക്ക് അർപ്പിക്കാൻ വേണ്ടി റോഷനെ
അവയ്ക്ക് മനുഷ്യൻ എന്ത് പേരിടുമെന്നറിയാൻ അവിടുന്ന് അവയെ അവന്റെ മുൻപിൽ കൊണ്ടുവന്നു. മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു. എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു. എന്നാൽ തനിക്കിണങ്ങിയ തുണയെ കണ്ടില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഠനിദ്രയിലാഴ്ത്തി. ഉറങ്ങിക്കിടന്ന അവന്റെ വാരിയലുകളിൽ ഒന്ന് എടുത്ത ശേഷം ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. എഴുതിയ സുവിശേഷത്തിൽ നിന്ന് അധ്യായം 19 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അക്കാലത്ത് ഫരിസീയർ യേശുവിന്റെ അടുത്ത് ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണ്? നൽകുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും രൂപതാധ്യക്ഷൻ അംബ്രോസ് പിതാവിനെയും മറ്റെല്ലാ ശുശ്രൂഷകരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹം തന്നെയായ ദൈവമേ, എല്ലാ വികാരി അച്ഛന്മാരെയും ഇടവക മക്കൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെയും തിരുസഭയിലെ ഓരോ മക്കളെയും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണം നൽകി നിരന്തരം കാത്തു പരിപാലിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, സ്വർഗത്തിലേക്കുള്ള ഞങ്ങളുടെ യാത്രയിൽ അങ്ങ് ഞങ്ങൾക്ക് മുമ്പേ കടന്നുപോയ ആ കുരിശിന്റെ വഴിയിൽ നിന്ന് അല്പം പോലും മാറിപ്പോകാതെയും ഞങ്ങളെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കാൻ മരണം വരിച്ച അങ്ങാണ് ഏക സത്യദൈവമെന്ന് ഭയം കൂടാതെ പ്രഘോഷിക്കുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവായ ദൈവമേ, വിവാഹം എന്ന കുദാശയാൽ ഒന്നിപ്പിക്കപ്പെട്ട ആന്റണിയെയും ജേജിയെയും മരണം വരെ സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാനും ക്രൈസ്തവ ദാമ്പത്യ ധർമ്മങ്ങൾ വിശ്വസ്തയോടെ അനുഷ്ഠിക്കുവാനുമുള്ള അനുഗ്രഹം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യനാഥ, വിവാഹം എന്ന കുദാശയാൽ ദൈവം കൂട്ടിച്ചേർത്ത ദമ്പതികൾ പരസ്പരം ക്ഷമിച്ചും സഹിച്ചും സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും ജീവിതം നയിക്കുവാനും കുടുംബത്തിലെ മറ്റംഗങ്ങളെ അംഗീകരിച്ചും ഐക്യത്തിൽ ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, കുടുംബജീവിതം നയിക്കുന്നതിനും കുടുംബത്തിന്റെ ദീപമായി പ്രശോഭിക്കുന്നതിനും വിളിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ദമ്പതികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ജീവിതത്തിന്റെ വഴിത്താരയിൽ പ്രശ്നങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും ഉണ്ടാകുമ്പോൾ വിഘടിച്ചു പോകാതെ ദൈവത്തിൽ പ്രത്യാശ വെച്ച് പ്രാർത്ഥനയിൽ ഉത്തരം കണ്ടെത്തുവാനുള്ള കൃപ അവർക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
പുരോഹിതനെയും സമൂഹത്തിന്റെയും മുൻപിൽ വെച്ച് നിങ്ങളുടെ സ്നേഹം പരിശുദ്ധമായ ഉദാശിയാൽ മുദ്രണം ചെയ്ത് ഉറപ്പിക്കുവാനാണല്ലോ നിങ്ങളുടെ ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തെ ക്രിസ്തുനാഥൻ വാത്സല്യപൂർവ്വം ആശീർവദിക്കുന്നു. അവിടുന്ന് ജ്ഞാനസ്നാനത്താൽ നിങ്ങളെ പൗത്രീകരിച്ചിട്ടുള്ളതാണല്ലോ. ഇപ്പോഴാകട്ടെ ഒരു പ്രത്യേക ഉദാശിയാണ് നിങ്ങളെ ധന്യരാക്കുകയും ശക്തിപ്പെടുത്തുകയുമാണ്. വൈവാഹിക ജീവിതത്തിന്റെ എല്ലാ ചുമതലകളും യഥാവിധി നിർവഹിച്ച് ആ ജീവനാന്തരം പരസ്പര വിശ്വസത പാലിക്കുവാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഞാനിപ്പോൾ തിരുസഭാ സമക്ഷം നിങ്ങളുടെ പരസ്പര പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. രണ്ടുപേരും കൂടി പിടിച്ചേ. സർവശക്തനായ ദൈവം ഈ താങ്ങിയും മന്ത്രകൂടിയും അങ്ങ് ആശീർവദിക്കണം. ഇത് ദമ്പതികളുടെ പരസ്പര സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായ തീരട്ടെ. കാരുണ്യവാനായ ദൈവമേ, പ്രസാദപരത്തിന്റെ അടയാളമായ ഈ മന്ത്രകൂടി അങ്ങനെയാണെന്ന് ആശീർവദിക്കണം. ജ്ഞാനസ്നാന അവസരത്തിൽ പ്രസാദപരം വഴി ക്രിസ്തുവിനെ വസ്ത്രമായി ഈ ദമ്പതികൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള പാവനമായ ബന്ധത്തിലെ പ്രതിബിംബമായി ജീവിച്ച് സ്വർഗത്തിൽ മഹിമയുടെ വസ്ത്രമണിയുവാൻ അനുഗ്രഹം നൽകണമേ. ആമേൻ. ചുറ്റിട്ടാണ് ചുറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെ ചുറ്റിയെടുക്കുക. ചുറ്റിയ ചെമ്പറാണ് അനുസരിച്ച് പറയണം. അങ്ങനെ കുറച്ച് നടക്കും. നമ്മുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിന്റെയും നാമത്തിൽ ഈ താലി ധരിച്ചുകൊള്ളുക. നീ കുട്ടിക്കോ ഒന്നായിട്ട് അങ്ങോട്ട് കുട്ടിക്കോ. വെരി ഗുഡ്. മന്ത്രം കൂടി വലത് കൈ കാണിച്ചു വിട്ട. വലത് കൈ നിർത്തിയിട്ട് അങ്ങോട്ട് വലത് കൈ മൊത്തം നിർത്തി ഇടാൻ പറ്റാവുന്ന ഭാഗത്ത് നിർത്തി. വലത് കൈ ക്രമീകരിച്ചപ്പോൾ മനുഷ്യനെ അങ്ങേ സാദൃശ്യത്തിൽ സൃഷ്ടിക്കുകയും പുരുഷനെ സ്ത്രീയെ വേർപെടുത്താനാവാത്ത തുണയായി തീർക്കുകയും ചെയ്തു. അങ്ങനെ മേലിൽ അവർ രണ്ടെല്ലാം ഒരു ശരീരമാണെന്നും സംതൃപ്തിയോടുകൂടെ അങ്ങ് ഒന്നാക്കിയവരെ ഒരിക്കലും വേർപെടുത്തുവാൻ പാടുള്ളതല്ല എന്നും അങ്ങ് പഠിപ്പിച്ചു. ദൈവ വിവാഹ ഉടമ്പടിയിൽ ക്രിസ്തുവിന്റെയും സഭയുടെയും കുദാശ പ്രതിബിംബിക്കത്തക്ക വിധം വിവാഹബന്ധം അങ്ങ് മഹത്തായ രഹസ്യമാക്കി പൗത്രീകരിച്ചു. ദൈവമേ, അങ്ങ് വഴി പുരുഷനോട് സ്ത്രീ ഒന്നായി തീരപ്പെടുകയും ആദ്യം മുതലേ ലോകത്തിൽ പാപങ്ങൾ നീക്കുന്നവൻ കുഞ്ഞാടി ദിവ്യമാ ഈ വിരുന്നിൽ പങ്കുകൊള്ളുന്ന ഭാഗ്യവാൻ കർത്താവേ, അവിടുന്ന് വരുവാൻ
ആമേൻ. ദൈവസ്നേഹം സ്നേഹം ദൈവസ്നേഹം സ്നേഹം ദിവ്യകാരുണ്യമായം തിരുളി സ്വതഭാഗ്യം ഭാഗ്യം സ്വതഭാഗ്യം ഭാഗ്യം ഇന്നൻ ഹൃദി ഈശോ സ്വന്തമാക്കി നിന്നെ പറുത്തുണി കൂട്ടി അന്നോരെ തന്നെ സ്വന്തമാക്കി ഒപ്പമുള്ളവരെ അപ്പസമയത്തേക്കവേ ഒപ്പമുള്ളവരെ അപ്പസമയത്തേക്കവേ ഒരു കൈകാക്കും ദൈവമേ പിന്നിൽ ആശയം സദാ പോയി ചെയ്യുമാറാകട്ടെ. സംഘാടകളാൽ നിങ്ങൾ അനുഗ്രഹീതരാകുകയും സുഹൃത്തുക്കളിൽ ആശ്വാസവും എല്ലാവരുടെയും യഥാർത്ഥ സമാധാനവും നിങ്ങൾക്കുണ്ടാകുമാറാകട്ടെ. ലോകത്തിൽ നിങ്ങൾ പരസ്പര സ്നേഹത്തിന്റെയും ദൈവസ്നേഹത്തിന്റെയും സാക്ഷികളായി തീരുകയും ആവശ്യർക്കും ആർദ്രർക്കും നിങ്ങൾ കാരുണ്യം കണ്ടെത്തി അവർ നിങ്ങളുടെ ദൈവത്തിന്റെ പിതൃഭവനത്തിലേക്ക് കൃതജ്ഞതാപൂർവ്വം സ്വാഗതം വരികയും ചെയ്യുമാറാകട്ടെ. കൂടിയിരിക്കുന്ന നിങ്ങൾ എല്ലാവരെയും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സമർത്ഥമായി ആശീർവദിക്കുമാറാകട്ടെ. സമാപിച്ചു. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും നമുക്ക് പോകാം.
ഇവിടേക്ക് ഇവിടേക്ക് ക്യാമറ ഒന്ന് ഇവിടേക്ക് പോലെ ഇവിടെ നോക്കി മാറിയോട് വയ്ക്കോ ഇവിടേക്ക് ഈ ക്യാമറ ഇവിടെ വയ്ക്കേ ഫേസ് ഭയങ്കര വലിച്ചു ടിഷ്യൂ എല്ലാം ഉണ്ടോ നവി മാറില്ലേ മാറില്ലോട്ടോ മാറില്ലേ ഇവിടെ നോക്കി നേരെ അടുപ്പിച്ചടക്ക് അവിടുന്ന് നമ്മുടെ അടുത്തേക്കുന്നേ ഫേസ് ഫേസ് നോക്കിയേ ബ്രോ ഇവിടെ നോക്കിയേ ഗ്രൂം ഇവിടെ നോക്കിയേ രണ്ടുപേരും ഇവിടെ നോക്കിയേ രണ്ടുപേരും നോക്കിയേ പ്ലീസ് പള്ളി എടുക്കാം